എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള ജനത ഉണർന്നത് വളരെ വിഷമം പിടിച്ചൊരു വാർത്ത കേട്ടുകൊണ്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിയേക്കടുത്ത് റോഡരികിൽ കിടന്നുറങ്ങിയിരുന്ന 5ഓളം പേര് വണ്ടി കയറി മരിച്ചു. കുറച്ചു പേർക്ക് സാരമായി പരിക്കേറ്റു. ഈ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നാം എല്ലാം ഉണർന്നത്. അപകടത്തിൽ മരിച്ചവർക്ക് കാർ ഇൻഫോ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്താണ് ഈ അപകടത്തിനുണ്ടാക്കിയ സാഹചര്യം? നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് ഈ ഒരു വാഹനാപകടം ഉണ്ടായത്. നിർമ്മാണം പൂർത്തീകരിച്ച വാഹന ഗതാഗതം ആരംഭിച്ചിട്ടില്ലാത്ത ദേശീയപാതയിലാണ് ഇവർ കടന്നുറങ്ങിയിരുന്നത്. അങ്ങോട്ട് വാഹനം കടക്കാതെ കണ്ടിരിക്കാൻ ബാരിക്കേഡുകളും മറ്റുമൊക്കെ വെച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നിട്ടും മദ്യലഹരിയിൽ ഓടിച്ച വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ഓടിച്ച വ്യക്തി ക്ലീനർക്ക് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഡ്രൈവറും മദ്യലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ടുകൾ. ഇരുട്ടത്ത്, പ്രത്യേകിച്ച് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് റോഡ് സൈനുകൾ വ്യക്തമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മദ്യപിച്ചുള്ള ഈ ലഹരിക്ക് അടിമപ്പെട്ടുള്ള വാഹനമോടിക്കലാണ് ഇവിടെ അപകടം ഉണ്ടാക്കിയത് എന്ന് പറയാതെ കൊണ്ട് വയ്യ. ഡ്രൈവറെയും ക്ലീനറെയും അറസ്റ്റ് ചെയ്ത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നതായി അറിയാൻ സാധിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം രാത്രികാല വാഹന പരിശോധന കർശനമാക്കണമെന്നാണ്. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നത് ഇന്നു മുതൽ റോഡിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിയുമാണ്. പ്രത്യേകിച്ച് രാത്രി വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ ലൈസൻസ്, വാഹനത്തിന്റെ RC, ഇൻഷുറൻസ്, വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ്, പുകപരിശോധനാ സർട്ടിഫിക്കറ്റ്, ഈ രേഖകൾ വാഹനത്തിലുണ്ടോ? ഇനി ഡിജിറ്റൽ പകർപ്പാണെന്നുണ്ടെങ്കിൽ എംപരിവാഹൻ അല്ലെങ്കിൽ ഡിജി ലോക്കർ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സാധിക്കുമെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. പരിശോധനാ സമയത്ത് ഇത്തരം രേഖകൾ നാം കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ബ്രെത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഡ്രൈവറെ പരിശോധിക്കൽ ഉൾപ്പെടെ ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല. ഭാരവാഹനങ്ങൾ ഓടിക്കുന്നവർ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ മാത്രമല്ല റോഡിലുള്ളത്. എല്ലാവരും റോഡിലേക്ക് ഇറങ്ങുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെയാണ്. ഒരു വിഭാഗം മാത്രമല്ല, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന ടീം ഫേസ്ബുക്കിൽ പറയുന്ന പോലെ എല്ലാവരും വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുന്നത് അവനവന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെയാണ്. ചിലരത് വാഹനം ഓടിച്ചുകൊണ്ടാണ് നേടുന്നതെങ്കിൽ മറ്റു ചിലർ വാഹനത്തിൽ യാത്ര ചെയ്ത് വേണം ആ കാര്യങ്ങൾ നേടാനായിട്ട്. മറ്റൊരു കാര്യം, രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡിമ്മും ബ്രൈറ്റും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ വെളിച്ചം മറ്റൊരാളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതാവരുത്. എതിരെ വരുന്നവൻ ഡിമ്മ് അടിച്ചില്ല, ബ്രൈറ്റ് അടിച്ചാൽ വരുന്നത്, എന്നാൽ ഞാനും ഡിമ്മാക്കില്ല എന്ന പ്രവണത വേണ്ട. നാം ഓരോരുത്തരും റോഡിലേക്ക് വാഹനമായി ഇറങ്ങുന്ന ഓരോരുത്തരും ശരിയായ രീതിയിൽ നല്ലൊരു സംസ്കാരത്തോടെ വാഹനം ഓടിച്ചാൽ തന്നെയാണ് നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. നമ്മളെ ഓരോരുത്തരെയും കാത്ത് വീട്ടിൽ ഒരു കുടുംബം കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ സ്റ്റിയറിങ്ങും ആക്സിലറേറ്ററും ബ്രേക്കും എല്ലാം ഉപയോഗിക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.